അതായത് സുകുമാരക്കുറുപ്പിനെ ഞാൻ എവിടെ നിർത്തിയിട്ടാണ് വന്നിരിക്കുന്നത്, പെട്ടെന്ന് വരെ പോലീസിനോടൊന്ന് പറഞ്ഞിട്ട് വരാം, അവരിപ്പം വന്നിട്ട് കൊണ്ടുപോകും നിങ്ങളാ എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, എന്തൊക്കെ ബിടിയാടോ വിടുന്നത്, എന്തൊക്കെ ബിടലാവായി, എമ്മാതിരി ബിടലാ വിടുന്നത്. നമ്മളെ കണാരേട്ടൻ പോലും ഇങ്ങനെ ഒരു ബിടൽ വിടുന്നു എനിക്ക് തോന്നുന്നില്ല. ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ആദ്യം ക്ഷണിക്കുന്നത്. വിഖ്യാതമായ സുകുമാരക്കുറുപ്പ് കേസിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ സമർപ്പിച്ച റിപ്പോർട്ട് പൂർത്തിയെന്ന് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ അലി അക്ബർ 24 പറഞ്ഞു. 2017 സുകുമാരക്കുറുപ്പ് ജീവിച്ചിരുന്നെന്നും മകളുടെ കല്യാണത്തിന് കേരളത്തിലെത്തിയെന്നും അലി അക്ബർ 24 വെളിപ്പെടുത്തി. ഒളിവിൽ കഴിയാൻ സുകുമാരക്കുറുപ്പിന് രാഷ്ട്രീയ രംഗത്ത് നിന്നും പോലീസിൽ നിന്നും വലിയ സഹായം ലഭിച്ചുവെന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മോട് പറയുന്നത്. ഒരുപക്ഷെ കേരളം നടുങ്ങിപ്പോകുന്ന ഒരു വെളിപ്പെടുത്തലാണിത്. 2017 സുകുമാരക്കുറുപ്പ് ഗൾഫ് രാജ്യത്തുണ്ടായിരുന്നെന്ന് സാക്ഷിമൊഴിയുണ്ടെന്നും വെളിപ്പെടുത്തൽ. നമുക്ക് ആദ്യം ആ പ്രതികരണത്തിലേക്ക് ഒന്ന് ചെല്ലാം. കേരള പോലീസിന്റെ കഴിവുകേടല്ല സുകുമാരക്കുറുപ്പ് രക്ഷപ്പെടാൻ ഇടയായത്. പോലീസിലും പൊളിറ്റിക്സിലും സമുദായത്തിലുമുള്ള ചില ആളുകളുടെ സഹായം സുകുമാരക്കുറുപ്പിന് ലഭിച്ചു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വെളിപ്പെടുത്തലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ സുകുമാരക്കുറുപ്പ് എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇതിങ്ങനെ കണ്ടിട്ട് അയാളിങ്ങനെ അട്ടഹസിച്ച് ചിരിക്കുന്നുണ്ടാവും, മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മാത്രം, അതായത് പുട്ടിന് തേങ്ങയിടുന്ന പോലെയാണ്. സുകുമാരക്കുറുപ്പിന്റെ എന്തെങ്കിലും ഒരു കുറച്ച് കാര്യങ്ങൾ വന്നിട്ട് അതിങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം ഇങ്ങനെ ഓടും. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് ചുറ്റിക്കൂട്ടി കക്ഷത്തിൽ വെച്ചിട്ട് അങ്ങ് നടക്കും, അത്രയേ ഉള്ളൂ. കുറെ നാൾ മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, കഷായ വേഷത്തിൽ സുകുമാരക്കുറുപ്പിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഉള്ള സ്വാമിമാറ മുഴുവൻ പിടികൂടലായിരുന്നു പണിയാടുന്നത്. നീയാണോടാ സുകുമാരൻ, നീയാണോടാ സുകുമാരൻ, എന്തിനാ അധികം പറയും, നമ്മുടെ അയൽവക്കത്തുള്ള സുകുമാരനെ വരെ പിടിച്ചുകൊണ്ട് പോയിനായിരുന്നു. ആലോചിച്ച് നോക്കറ നിങ്ങൾക്ക്. അതായത് ഈ സുകുമാരക്കുറുപ്പിന്റെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോഴേ സുകുമാരന്മാർക്ക് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്തോ ഭാഗ്യത്തിന് പൃഥ്വിരാജ് സുകുമാരന്റെ അച്ഛൻ രക്ഷപ്പെട്ടു, അങ്ങനെ മരിച്ചതുകൊണ്ട്. ഇല്ലെങ്കിൽ ആ സുകുമാരനെ വരെ ഇതല്ലടാ മറ്റേ സുകുമാരൻ എന്ന് പറഞ്ഞേനെ. ഇപ്പൊ സുകുമാരൻ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ പേടിയാണ്. മണ്ണാങ്കട്ട. 2017 സുകുമാരക്കുറുപ്പ് മകളുടെ കല്യാണത്തിന് വന്നു. ഞാൻ കുവൈത്തിൽ വെച്ച് കണ്ടു, അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഡൽഹിയിൽ വെച്ച് കണ്ടു, പിന്നെ ഈ മുംബൈയിൽ വെച്ച് കണ്ടു. ഇപ്പൊ ലാസ്റ്റ് പറയുന്നത് എന്താ പറയുക, ഇന്ന സ്ഥലത്തുണ്ട് അവിടെ പോയാൽ കിട്ടുന്നേ. അതായത് സുകുമാരക്കുറുപ്പിനെ ഞാൻ എവിടെ നിർത്തിയിട്ടാണ് വന്നിരിക്കുന്നത്, പെട്ടെന്ന് വരെ പോലീസിനോടൊന്ന് പറഞ്ഞിട്ട് വരാം, അവരിപ്പം വന്നിട്ട് കൊണ്ടുപോകും നിങ്ങളാ എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, എന്തൊക്കെ ബിടിയാടോ വിടുന്നത്, എന്തൊക്കെ ബിടലാവായി, എമ്മാതിരി ബിടലാ വിടുന്നത്. നമ്മളെ കണാരേട്ടൻ പോലും ഇങ്ങനെ ഒരു ബിടൽ വിടുന്നു എനിക്ക് തോന്നുന്നില്ല. കണാരാട്ടനെക്കാട്ടി ഭയങ്കര ബിടലല്ലേ ഇടി ഓരോരുത്തന്മാർ വന്നിട്ട്. ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥിര സ്വഭാവമായിരിക്കുകയാണ്. കാരണം എന്താ അറിയാ, എന്തെങ്കിലും തെളിവുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തെളിവുമില്ല. അതായത് ഇവരൊക്കെ ഇത്രയും നാൾ എവിടെയായിരുന്നു, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ തള്ളുന്നതിന് പകരം തന്നെ മൊത്തത്തിൽ ഒരു തള്ള അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ തള്ളി എന്ന് പറയാമായിരുന്നു. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് സുകുമാരക്കുറുപ്പ് എൻ്റെ ഭഗവാനെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയേ, അതായത് 2060 കഴിഞ്ഞാലും ശരി പറയൂ സുകുമാരക്കുറുപ്പിനെ ഇന്നലെ കെട്ടിരുന്നു പറയും ചില ആൾ. അങ്ങനെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതായത് സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചില ആൾക്കാരുടെ ഒരു കറവ പശുവാണ്. ഇപ്പൊ പറയുന്നത് എന്താ, സുകുമാരക്കുറുപ്പിന് ഭയങ്കരമായിട്ട് കൈയുണ്ട്, സുകുമാരക്കുറുപ്പിന് മറ്റെന്താ പറയേണ്ടത്, ഈ രാഷ്ട്രീയ നേതാക്കളുമായിട്ട് ഭയങ്കര ഈ മണ്ണാങ്കട്ട. ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന ആള് പാപ്പരാണ്. ആ മനുഷ്യൻ എവിടെയെങ്കിലും പോയിട്ട് വല്ല ജോലി ചെയ്തിട്ട് ജീവിക്കുന്നുണ്ടാവും. അതായത് അന്നന്നത്തെ അന്നത്തിന് ജോലി ചെയ്യുന്നുണ്ടാവും, അയാൾക്ക് മര്യാദക്കുള്ള ഒരു ജോലി കിട്ടത്തില്ല. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സമ്പാദിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ അണ്ണാക്കിൽ തള്ളിയിട്ട് കേരളത്തിലേക്ക് വന്നിട്ട് ഓരോ സ്ഥലം കാണുന്ന അയാൾക്ക് ഭ്രാന്തുണ്ടായിരുന്നു. അയാൾ മുങ്ങാൻ വേണ്ടി തീരുമാനിച്ചു, അയാൾ മുങ്ങി എവിടെയോ പോയിട്ട് ജോലി ചെയ്ത് ജീവിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ചത്തിട്ടും ഉണ്ടാവും. അല്ലാതെ ഇവിടെ കിടന്നിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് തള്ളിക്കൊണ്ടിരിക്കൽ, അതുപോലെ തന്നെ അന്തിച്ചർച്ചകൾ, കുറച്ചൊക്കെ ബോധം ഉണ്ടെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാവൂലേ അയാൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം വീഡിയോ ഉണ്ടായിക്കോട്ടെ, ഈ 80 വയസ്സുള്ള കളവിന് എന്തിനി, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ 80 വയസ്സുള്ള ഈ കളവിന് ആർക്ക് എന്തിനി? അയാൾ ഇതിൽ മുമ്പ് അനുഭവിച്ച് അയാളുടെ ഏകദേശം തീർന്നുമായിരിക്കും. ഇനിയിപ്പോഴും ചിലപ്പോൾ സുകുമാരക്കുറുപ്പിന് തന്നെ ഒരു ആഗ്രഹം ഉണ്ടാകും, അതായത് ഇനിയൊരു കാര്യം ചെയ്യാം, നല്ല കിടക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിരിക്കാനും പിന്നെ ചികിത്സയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരിടം അതെനിക്ക് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ സുകുമാരക്കുറുപ്പിന് നേരെ വരാം, കീഴടങ്ങുക, നേരെ പോയിട്ട് പായും തലാണിയും കിട്ടിയിട്ട് കിടന്നുറങ്ങുകയും ചെയ്യടാ സെൻട്രൽ ജയിലിൽ. അതാണല്ലത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇയാളെ കൊണ്ട് ഒരു ഉപകാരവും ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ അത്തുംപിത്തുമായിട്ടുണ്ടാവും. അതാണ് ചിലപ്പോൾ അത്തുംപിത്തുമായ സുകുമാരക്കുറുപ്പിനെ
ആരെങ്കിലും പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇയാളാണ് കേട്ടാ സുകുമാരക്കുറുപ്പ് എന്ന് പറയേണ്ടി വരും. പിന്നാന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ കൊണ്ടുപോയിട്ട് ആക്കേണ്ടി വരും. അതും നമുക്ക് കുരിശാടോ. അതായത് പിന്നെ ഇനിയൊക്കെ ചുമക്കണ്ടേ, പിന്നെ ഇതിനെയും ചുമന്നിട്ട് കുറേ നാൾ നടക്കണ്ടേ. ഇതിങ്ങനെ വിടുന്നോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിട്ടുകൊണ്ടേ നിന്നാൽ മതി. സമുദായ നേതാക്കൾ വരും, പിന്നെ ഇങ്ങൊക്കെ പിരാന്തായി പോയിനാവായി. അതായത് സമുദായ നേതാക്കൾ ഇതിനല്ലേ നിൽക്കുന്നത്. സമുദായ നേതാക്കൾക്ക് അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ കൈയിട്ട് വരാം, അതുപോലെ തന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഈ അത്താഴ ഭക്ഷണിക്കാരൻ, അതായത് ഇയാൾ ഉള്ളതെല്ലാം നുള്ളിപ്പൊറുക്കിയിട്ടാണ് അയാൾ ഇൻഷുറൻസിന് ചേർന്നിനി എന്ന് പറയുന്നത്. അവിടുന്ന് എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടിയിട്ടുമില്ല. അതായത് ഇൻഷുറൻസും ഇല്ല, ഒരു തേങ്ങാക്ക് വലിയില്ലാതെയാണ് അയാൾ ഇരുന്ന് മുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം ചെയ്യുക, CCTV നോക്കിയാൽ പോരെ. സുകുമാരക്കുറുപ്പ് ഉണ്ടോയെന്ന് CCTV നോക്കിയാൽ പോരെ. ഞാൻ ഇപ്പോഴത്തെ കാര്യം പറയുന്നത് കേട്ടാ, അതായത് 2017 കാര്യമല്ലേ. ഇപ്പം ആരെങ്കിലും ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ, ഇനി കാണാൻ ചാൻസ് ഉള്ളവരോടും അതുപോലെ കണ്ടു എന്ന് പറഞ്ഞ് തള്ളാൻ വരുന്നവരോടും ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. ദൈവത്തെ ഓർത്തിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇവിടെ വന്നിട്ട് TV ചാനലിനോട് പറയാതെ നേരെ പോലീസിൽ പോയി പറയുക. കാരണം എന്താ വെച്ചാൽ TV ചാനലിൽ പോയിട്ട് ഇപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കുറുപ്പാടുന്ന് മുങ്ങൂലടോ. കുറുപ്പാടി എന്താ അവിടെ തന്നെ അങ്ങ് നിൽക്കല. പണ്ട് ഏതോ ഒരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഏതോ ഒരു സ്ഥലത്ത് പോയി. ആ സ്ഥലത്ത് പോയപ്പോഴെന്ന് പറഞ്ഞാൽ അയാളോട് ചോദിച്ചു, അല്ലട ഇത് ഏടിയാന്ന് നടന്ന്. അപ്പോൾ ഓൻ പറയുന്നേക്കണ, ഈടി ഒരു നായിനെ ഞാൻ നിർത്തിയിട്ടാ പോയി നിന്ന്. അതായത് നായിനെ അടയാളം വെച്ചിട്ടാണ് ഇവൻ പോയിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കറേ, എവിടെയോ ഒരു സ്ഥലത്തും അടയാളം വെച്ചത് ഒരു നായി എവിടെ നിൽക്കുന്ന കണ്ടിരുന്നു. അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഞാൻ കുറുപ്പിനിയുടെ കണ്ടിയല്ലേ, ഞാൻ മിഞ്ഞാന്ന് വരിയുടെ കണ്ടിനടോ കുറുപ്പൻ്റെ അടുത്തിരുന്നിട്ടല്ലേ ഭക്ഷണം കഴിച്ചിനി. എൻ്റെ മക്കളെ സത്യം പറയാലോ നിങ്ങളോട്, ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, കണാരേട്ടൻ ഇല്ലാത്തത് വലിയ ഭാഗ്യം. ഏതാ അറിയാം, നമ്മളെ ഹരീഷ് കണാരൻ ഇതും കൂടി ഒരു തള്ളിലങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഈലും നല്ല തള്ളി മറിച്ച് തന്നെയായിരുന്നു. ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഇനി ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ പോയിട്ട് പിടിച്ചു കൊണ്ടുവന്നിട്ട് ഈ വാർത്ത പുറത്തു വിട്ടാൽ മതിയടോ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ കുറുപ്പ് എന്താ, നിങ്ങളെ പൊട്ടനാ. ഇത്രയും നാൾ കുറുപ്പിനെ ഒളിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ കുറുപ്പിനെ ഒളിച്ചു വെക്കുക. ഞാൻ പറഞ്ഞല്ലോ, അയാൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഒന്നെങ്കിൽ ചിരിക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ കരിയുന്നുണ്ടാവും. അതായത് മിക്കവാറും എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, കുറുപ്പിനെ ഇനി എല്ലാവർക്കും കൂടി കൊണ്ടുവന്നിട്ട് ഈ അത്തും വിത്തുമായ കുറുപ്പിനെ കൊണ്ടുവന്നിട്ട് എവിടെയെങ്കിലും പോറ്റേണ്ട പരിപാടിയാണോ എന്നുള്ളൊരു സംശയമുണ്ട് എനിക്ക്. കാരണം ഇപ്പം കുറുപ്പിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഏതായാലും കുറുപ്പിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോഴേക്ക് 80 വയസ്സുള്ള കുറുപ്പിന് ഓർമ്മയില്ല, കാര്യങ്ങളൊന്നുമില്ല. അവശനായ കുറുപ്പിനെ ഇനിയിപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചിലപ്പോൾ തള്ളിവിടും. കാരണം എന്താ, കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ കുറുപ്പെ നീ രക്ഷപ്പെട്ടു. കാരണം എന്താ, നിങ്ങൾക്ക് നേരെ നല്ല സുഖത്തിൽ കിടന്നുറങ്ങുക, നല്ല സുഖത്തിൽ മരിക്കുക. അതിനുള്ളൊരു ചാൻസാണ്. അടി കിട്ടൂല, ഒന്നും കിട്ടൂല. പക്ഷെ 84-ലാണെങ്കിൽ കുറുപ്പിൻ്റെ നടുവും പുറലും ചിലപ്പോൾ പൊളിഞ്ഞേനെ. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് കുറുപ്പ് ഇപ്പോഴേ ഇത്രയും ബുദ്ധിമാനാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇവർക്കെല്ലാം പൈസ കൊടുക്കുന്നുണ്ട്, ഒളിവിൽ താമസിക്കാൻ പൈസ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറുപ്പിന് വേറെ ആയിരിക്കലോ കൊടുത്തൂടെ? കുറുപ്പിന് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറുപ്പിന് കുറച്ചും കൂടി ഇതായില്ലേ? കേരളം അന്വേഷിക്കുന്ന ഒരു ക്രിമിനലാണ് അയാളെ ഇപ്പോൾ അങ്ങനെയൊന്നും സഹായിക്കാനൊന്നും അങ്ങനെ പറ്റൂല. ഇനി അങ്ങനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരകത്തു പോകുമായിരുന്നു. അതൊന്നും മനസ്സിലാക്കാതെ വന്നിട്ട് ഞാനും കയറിയിട്ടൊരു തള്ള്. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90-ൽ ജനിച്ചവന് ഇനി നാളെ പറയുന്നത് എന്തായിരിക്കും എന്നറിയാം, കുറുപ്പ് ഇടുന്ന് ഓടിപ്പോന്ന് ഞാൻ കണ്ടിട്ടോ എന്ന് പറയുകയായിരുന്നു. അങ്ങനത്തെ തള്ളുന്നായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു മക്കളെ, കുറുപ്പ് അതായത് ഇവിടുന്ന് ക്രൈം ചെയ്ത വർഷങ്ങൾ ദിവസങ്ങൾ എല്ലാം നിങ്ങൾ കുറിച്ച് വെക്കണം. അതുപോലെ തന്നെ കുറുപ്പ് ആരെയാണ് കൊലപ്പെടുത്തിയത്, ചാക്കോനെയാന്ന് മറന്നു പോകരുത്, ജോസ് എന്നങ്ങാരാക്കി പോകരുത്. കാരണം അങ്ങനെയും പറയും ചില ആൾക്കാർ, ഞാൻ ജോസിനെ കൊന്നിട്ടല്ലടോ കുറുപ്പ് പോയിനി എന്ന് പറയും. കാരണം എന്താ അറിയാ, ഈ എന്തെങ്കിലും പറയാ അതന്നെ, അല്ലാതെ ഇതിലൊന്നും വലിയ കാര്യമില്ല. എന്നാൽ കിടക്കട്ടെ എൻ്റെ വകയും കൂടി ഒരു വിടി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു മക്കൾ, നിങ്ങൾ ഇതിൻ്റെ പുറകെ പോകാതെ കുറുപ്പിനെ പിടിക്കട്ടെ. പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചർച്ചയല്ലേ, പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1.5 ചർച്ചയല്ലേ, അതങ്ങ് ചെയ്തൂടെ? അല്ലാതെ കുറുപ്പിനെ പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഈ TV ചാനലിൽ വന്നിട്ട് അനാസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാൽ പിന്നെ ഓമനേച്ചിനെയും കൂടി പോയി പിടിക്കറാ. നമ്മളെ ആ പയ്യന്നൂരിലെ മുരളിയേട്ടനൊക്കെ ഒന്ന് ഓമനേച്ചില്ലേ, അവരെയും കൂടി പോയി പിടിക്ക്. അങ്ങനെ കുറേ ആളുണ്ട്. ഇപ്പം നമ്മൾ ഇയാളെ പിടിച്ചിട്ടില്ലേ, മോനമ്പിള്ള 39 വർഷം കഴിഞ്ഞാണ് പിടിച്ചത്. മരിക്കാനായിട്ടുള്ള 64 വയസ്സുള്ള അയാൾക്കറിയാൻ ഇതിലും നല്ല സുഖം വേറെ അടിക്കുണ്ട്. ഇനിയിപ്പോൾ ഒരു സുഖമായിട്ട് സെൻട്രൽ ജയിലിൽ ഒരു 10-14 വർഷം കഴിയുമ്പോഴേക്കും അയാളും തീരും. അയാൾക്കും അറിയാം കൃത്യമായിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 10, 64, 70 വയസ്സാകുമ്പോഴേക്കും തന്നെ ഏകദേശം രോഗങ്ങളെല്ലാം ഉണ്ടാകും.
പിന്നെ മക്കളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, മക്കൾ തിരിഞ്ഞു നോക്കിയില്ലെന്നാ ചെയ്യുക. ഏറ്റവും നല്ല സുഖം എന്ന് പറഞ്ഞാൽ ഈ പരിപാടിയാണ് നടന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ തള്ളു നിർത്തിയിട്ട് വല്ലതും നടക്കുമോ നോക്കാറുണ്ട്. ഈ പ്രഹസനങ്ങൾ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരുവായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തൊരു തള്ളാടോ തള്ളുന്നു. ഓരോരുത്തന്മാരുടെ തള്ളു കേട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങ് ഭയങ്കരമായിട്ട് വിഷമിച്ചു പോകാറുണ്ട്. നന്ദി, നമസ്കാരം.